നിങ്ങൾ കണ്ണിന് എക്സസൈസ് ചെയ്യുന്നില്ലല്ലോ. കണ്ണിന് 4 പേർ ക്രേനിയൽ നെർവ്സ് വരികയാണ്. അതിൽ ത്രാടക പരീക്ഷ ചെയ്തുകൊണ്ടിരുന്നാൽ ഇത് പ്രോബ്ലം വരില്ല. അത് നിങ്ങൾ ജനിച്ചോടനെ ചെയ്യേണ്ട. 40 വയസ്സിന് 38 ചെയ്താൽ മതി. ഈ സ്വാമിജി, ഇന്ത്യയിൽ ഏതൊക്കെ ഭാഗത്ത് ഇതുപോലെ ക്യാമ്പുകൾ ഏകദേശം എല്ലാ സ്ഥലത്തും 1981 ഞാൻ എല്ലാ ഭാഗവും പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ പോയ പലരും കേട്ടിട്ടുണ്ട്. പടാ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങേര് സൗണ്ട് കേൾക്കുന്ന ആളെ കാണുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആളെ കാണണമെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ മുമ്പ് അത് നിൽക്കും. അപ്പോൾ മുക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ തേടി പോകും. നാരായണ, വൈകുണ്ഠ, കൈലാസം, നിങ്ങളുടെ തലയിൽ തന്നെ ആ ഹോൾ ഇരിക്കുന്നു. ഈ എനർജി ആ ഹോളിന് എൻ്റർ ആയത് നോ മോർ ബെർത്ത് അവർ ഡിസപ്പിയർ ആവും. അപ്പം ഈ വെള്ളെഴുത്ത് സാധാരണ ഒരു 40 വയസ്സ് കഴിയുമ്പോൾ ഇത്ര ദൂരം നമുക്ക് കാണാൻ പറ്റില്ല. പല പ്രശ്നങ്ങളുണ്ട്. അത് കണ്ണട വയ്ക്കുമ്പോൾ ശരിയാവുന്നു. കണ്ണട വയ്ക്കുന്നത് ശരിയാവും. നിങ്ങൾ കണ്ണിന് എക്സസൈസ് ചെയ്യുന്നില്ലല്ലോ. കണ്ണിന് 4 പേർ ക്രേനിയൽ നെർവ്സ് വരികയാണ്. ഒന്നാണ് കാഴ്ചയ്ക്കുള്ളത്. ഒന്ന് സൈഡ് മൂവ്മെൻറ്റ്, ഒന്ന് അപ്വേർഡ് മൂവ്മെൻറ്റ്, ഒന്ന് ലിഡ് മൂവ്മെൻറ്റ്. നിങ്ങൾ എക്സസൈസ് കൊടുക്കുന്നില്ലല്ലോ. നിങ്ങൾക്ക് എക്സസൈസ് കൊടുത്താൽ ആ നെർവിന് എക്സസൈസ് കൊടുത്താൽ നിങ്ങൾ ഇത് വെള്ളമെടുത്ത് വരില്ല. നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ നോക്കുന്നില്ല, എല്ലാം തിരിഞ്ഞല്ലേ നോക്കുന്നത്. അപ്പോൾ നെർവ് ഇതാകുന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾ വന്ന് എക്സസൈസ് ഇതിന് ത്രാടക പരീക്ഷ, ത്രാടകം ഇത് യോഗ വന്ന് എന്തെന്ന് ഘടയോഗയിലിരിക്കുകയാണ്. അതായത് ഇത് നിങ്ങൾക്ക് വന്ന് എന്തെന്ന് വെച്ചാൽ ക്ലൻസിങ് പ്രോസസ്സ് യോഗയിൽ ഷഡ്ചക്ര ഇത് ഘടയോഗയിൽ ഇരിക്കുകയാണ്. അതിൽ ത്രാടക പരീക്ഷ ചെയ്തുകൊണ്ടിരുന്നാൽ ഇത് പ്രോബ്ലം വരില്ല. അത് നിങ്ങൾ ജനിച്ചോടനെ ചെയ്യേണ്ട. 40 വയസ്സിന് 38 ചെയ്താൽ മതി, 39 ചെയ്താൽ മതി. ആരും ചെയ്യുന്നില്ല. അതാണ് നിങ്ങൾക്ക് ഇത് എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ അത് ചെയ്യുന്നില്ല. അത് ചെയ്താൽ നിങ്ങൾക്ക് കണ്ണട ഇടേണ്ട ആവശ്യമില്ല. കണ്ണട വെക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്താണെന്ന് വെച്ചാൽ കണ്ണിന് ഇത് എക്സസൈസ് ഇല്ലാത്തത് കൊണ്ട് ലെൻസിൻ്റെ ഇതും മസിൽസിൻ്റെ ഇതൊക്കെ കൊണ്ടുവന്ന് റെറ്റിന പ്രോബ്ലമൊക്കെ നോർമലായി പോയി അങ്ങനെ പറഞ്ഞാൽ അതിന് ആൾറെഡി നമുക്ക് പരീക്ഷകളുണ്ടല്ലോ. ത്രാടക പരീക്ഷ അതിൽ പല സൈസും ഉണ്ട്. ഞങ്ങൾക്ക് വന്ന് ജ്യോതി ത്രാടകം, മറ്റെവിടെയായിട്ട് പെരുവിരൽ ത്രാടകം, ടിപ്പ് ഓഫ് നോസ് ഗേസിങ്, ഇതൊക്കെ ചെയ്താൽ കണ്ണ് നോർമൽ. ഇപ്പം എനിക്ക് കണ്ണട വേണ്ട, ഞാൻ കണ്ണട ഇല്ലാതാണ് പഠിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ റിവേഴ്സ് ചെയ്യാം, എന്നിട്ട് എനർജി റിവേഴ്സ് ചെയ്യാം. അതൊക്കെ ചക്ര ആക്ടിവേഷൻ യോഗയിലാണ് ഇരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് ഏറ്റവും വലിയ ബിസിനസ് ഏതെന്ന് ചോദിച്ചാൽ പറയും ഹോസ്പിറ്റൽ ബിസിനസ്സാണ്. അതെ, ഇന്ന് ലോകത്തിലും ഇൻ്റർനാഷണലി അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ബിസിനസ്സിനൊക്കെ ഒരു തട വീഴുകയാണ് നമ്മൾ ഇത്തരം യോഗ ജീവിച്ചു വരികയാണെങ്കിൽ, ഈ ലൈഫിൽ വരികയാണെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടത്ര പരിഗണന ഇപ്പോൾ ഭാരതം കൈക്കൊണ്ടു. സാധാരണയുള്ള സർക്കാരുകളൊന്നും ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മളും ഒരു വേ ഓഫ് ലൈഫ് ഇങ്ങനെ ആയത്. ചെയ്തിട്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ഇപ്പോൾ വന്നിരിക്കുന്ന നരേന്ദ്രമോദി ആൾറെഡി അങ്ങേര് ഒരു സന്യാസി മാതിരിയാണ്, ഒരു മാടാധിപതി മാതിരിയാണ്, ഒരു പീഠാധിപതി മാതിരിയാണ്. അങ്ങേർക്ക് ഈ ഇമ്പോർട്ടൻസ് അറിഞ്ഞ് ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങേരും ഈ ആസന പ്രാണായാമ യോഗയാണ് ഇന്റർനാഷണൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചക്ര ആക്ടിവേഷൻ വന്ന് ഹയർ യോഗയാണ്. അതിനെ സ്പെഷ്യലൈസ് ചെയ്ത് ജപ്പാൻകാർ സ്പെഷ്യലൈസ് ചെയ്ത് അവർ ലണ്ടനിലും US-ലും വന്ന് കോളേജ് തുറന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ ആക്ടിവേഷൻ തുടങ്ങി. ഞാൻ ഒരിടത്തും ഇപ്പോൾ വിവേകാനന്ദ കേന്ദ്രത്തിൽ 2 ദിവസം ക്ലാസ് എടുത്തിട്ടുണ്ട്. നന്ദിഗ്രാം, ഇത് തിണ്ടുകല്ല്, ഗാന്ധിഗ്രാമിൽ പോയി ക്ലാസ് എടുത്ത് ഇപ്പോഴാണ് അവയർനെസ് വരുന്നത്. അതിന് റിസർച്ച് യൂണിറ്റ് ഇവിടെ ഉണ്ടാക്കി ചക്ര ആക്ടിവേഷനുള്ള ഹയർ ഇത് വന്ന് നമ്മൾ ജനങ്ങളെ എത്തിക്കണം. അതിനുള്ള ഇതാണ് ഞാൻ മെയിനായിട്ട് സ്വാമി ഇതിന് വേണ്ടിയിട്ട് എങ്ങനെ കേന്ദ്ര സർക്കാരിനോടോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകളോടോ ഇത്തരം ഒരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്? പ്രോജക്റ്റ് അവർ ഇപ്പോഴാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു 3 മാസത്തിന് മുമ്പ് തന്നെ തുടങ്ങിയത്. കേന്ദ്രമാണോ? കേന്ദ്ര ക്ലാസിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തമിഴ് അവർ വിളിച്ച് ഇങ്ങനെ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വിളിച്ചപ്പോൾ ലാസ്റ്റ് നവംബർ 19-ാം തീയതി അവിടെ പോയിരുന്ന് മെഡിക്കൽ കോളേജ് സ്റ്റുഡൻസൊക്കെ സിദ്ധ ഒക്കെ വിളിച്ച് അവരത് എക്സ്പ്ലെയിൻ ചെയ്തു. അതിൻ്റെ ശേഷം അവർ തന്നെ റെക്കമെൻഡ് ചെയ്തു. പിന്നെ ഇവിടെ ഗാന്ധിഗ്രാമിൽ വന്നു. അതിൻ്റെ ശേഷം അവിടെ എൻ്റെ യൂട്യൂബ് കണ്ടിട്ട് വിവേകാനന്ദ കേന്ദ്രക്കാർ വിളിച്ച് ഇവിടെ ക്ലാസ് എടുക്കാൻ വന്നു. ഇൻ്റർവ്യൂ ചെയ്ത് എനിക്ക് ഇപ്പോൾ ഇതുവരെ ഉള്ള ടീച്ചർ ഞാനാണ് ടോപ്പ് മോസ്റ്റ് സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. എന്താ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഐസ് ഇവിടെ പൂജപ്പുരയിൽ അവിടെ സെമിനാർ നാഷണൽ സെമിനാറാണ് ഇത് നടത്തിയപ്പോൾ അവിടെ റിസർച്ച് പേപ്പർ കൊടുത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഈ സ്വാമിജി, ഇന്ത്യയിൽ ഏതൊക്കെ ഭാഗത്ത് ഇതുപോലെ ക്യാമ്പുകൾ ഏകദേശം എല്ലാ സ്ഥലത്തും 1981 ഞാൻ എല്ലാ ഭാഗവും പോയിട്ടുണ്ട്. അതുമാത്രമല്ല ഈ ചക്ര വീസുള്ള ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേരളത്തിൽ വന്ന് ട്രിവാൻഡ്രം തുടങ്ങി കാസർഗോഡ് വരെ എല്ലാ സ്ഥലത്തും ക്യാമ്പ് നടത്തിയിട്ടുണ്ട്.
മണ്ഡപങ്ങളെടുത്ത് എല്ലായിടത്തും നടത്തിയിട്ടുണ്ട്. വേണ്ട ഈ ഇത് പഠിക്കാനായിട്ട് യുവജനങ്ങൾ കൂടുതൽ താല്പര്യപ്പെടുന്നുണ്ടോ? താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷെ പബ്ലിസിറ്റി ഇല്ലാത്തത് കൊണ്ട് വെറും എൻ്റെ യൂട്യൂബ് കാണുന്നത് മാത്രമല്ല. ഇപ്പം നിങ്ങളുടെ പബ്ലിസിറ്റി കിട്ടാൽ നിങ്ങളുടെ യൂട്യൂബ് കണ്ടിട്ട് വരും. തീർച്ചയായും അങ്ങനെയുള്ളതാണ്. അല്ല, നല്ല നമ്മൾ കൂടുതലും ഇപ്പൊ 3 പേര് ഇതാണ് ക്ലാസ്സിൽ വന്നത്. അത് എൻ്റെ യൂട്യൂബ് കണ്ടിട്ട് വന്ന ആള്. അപ്പൊ നിങ്ങളുടെ ഇത് കാണുമ്പോൾ ഇനി 30 പേര് വരും. അല്ല, തീർച്ചയായിട്ടും നല്ല കാര്യങ്ങൾ ലോകത്ത് സംഭവിക്കണം എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശം അബാക്ക് ഇത്തരം വീഡിയോസാണ് കൂടുതൽ ചെയ്യണം. അബാക്ക് മീഡിയ ഇത്തരം വീഡിയോസിന് കൂടുതൽ പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്. നമ്മുടെ സാത്വികമായ അല്ലെങ്കിൽ നമ്മുടെ ഭാരതീയമായ ആ സങ്കല്പങ്ങൾ ഉയർത്തിപ്പെടുന്ന ഒരു ചാനലും കൂടെയാണ്. അത്രയും വ്യൂവേഴ്സും ഉണ്ട് അതിന്. ഈ ചക്രയോഗ കഴിഞ്ഞാൽ അങ്ങ് ചന്ദ്രയോഗ, അതായത് ഇതിൻ്റെ അടുത്ത് ഞാൻ പറയുന്നത് എനർജി ട്രാൻസ്മ്യൂട്ടേഷൻ യോഗ എന്നൊരു യോഗമുണ്ട്. അത് തിരുവനന്തപുരത്തിലാണ് ഉള്ളത്. അത് ഇപ്പോൾ ചൈനയിൽ ഒരാൾ മാണ്ടേക്ക് എന്ന് പറഞ്ഞ ഒരാൾ പ്രൊമോട്ട് ചെയ്തു. ആക്ച്വലി അത് വി ആർ ദി ഓണേഴ്സ്. അതിൻ്റെ ബേസിക് ലിറ്ററേച്ചർ ഇരിക്കുന്നത് തമിഴിലാണ് ഇരിക്കുന്നത്. തിരുമൂലയുടെ ശിഷ്യനാണ് കാളങ്കിനാഥാണ് അവിടെ ചൈനയിൽ പോയി കൺഫ്യൂഷ്യസ് ആയത്. അപ്പോൾ കൺഫ്യൂഷ്യസ് ആ ലൈനിലുള്ള ഇതിൽ വരുന്നത് മനസ്സിലായ. അപ്പോൾ അങ്ങേരെ സ്റ്റുഡൻറ്റ് ബോഹർ ചൈനക്കാരനാണ്. ലാവോസു, അതായത് അവിടെയുള്ള ലാവോസ്, ഇവിടെ ഉള്ള ബോഹർ. അപ്പോൾ ഇത്രയും ട്രഡീഷൻ ഇന്ന് പുറത്തറിയുന്നത് നമ്മൾ അതിനെ അപ്പോൾ ഈ ട്രഡീഷൻ അവിടെ ഇരിക്കുന്ന ഒറിജിനൽ റെക്കോർഡ്സ് നമ്മുടെ അടുത്ത് ഇരിക്കുന്നത്. അവർ പറയുന്നത് കാട്ടിൽ ഒരു 60% ബാക്കി 100 എനിക്ക് ഇത് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി ചൈനീസ് യൂണിവേഴ്സിറ്റി, തമിഴിൽ ഒരു യൂണിവേഴ്സിറ്റി ഇരിക്കുകയാണ് ഇവിടെ ചൈനയിൽ. യുന്നാൻ മിൻസു യൂണിവേഴ്സിറ്റി തമിഴ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ഇരിക്കുകയാണ്. അവരോട് ഇത് കോൺടാക്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്യണമെന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനും ഒരു ഇത് സയൻറ്റിഫിക് ഇതാണ്. അതിൻ്റെ അടുത്ത് ചന്ദ്രയോഗ എന്ന് പറഞ്ഞത്, അതായത് നിറയെ പേര് ചന്ദ്രയോഗ 50 വയസ്സിൻ്റെ ശേഷം ചന്ദ്രയോഗ ചെയ്താണ് റീജുവനേഷൻ വരും. ഈ ലോകത്ത് ഇപ്പോൾ എല്ലാവർക്കും സൂര്യ നമസ്കാരം എന്ന് വെച്ചാൽ ലോകം ഫുള്ള അറിയാം. ചന്ദ്ര നമസ്കാരം എന്നൊന്നിരിക്കുന്നു, അറിയണോ? രണ്ടാമത് ശക്തി ചലനക്രിയ എന്നൊന്നിരിക്കുന്നു. ശക്തിപാത്തിൽ സെയിം. ഇത് അടുത്ത് വർമ്മയിൽ ശിവശക്തി പ്രാണധാര, 4 ഞാൻ പറയുകയാണ്. അപ്പോൾ ശിവശക്തി പ്രാണധാര ഒന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ചന്ദ്ര നമസ്കാരം, സൂര്യ നമസ്കാരം 35 വയസ്സിൻ്റെ താളമുള്ളവർക്കാണ് സൂര്യ നമസ്കാരം. സൂര്യ നമസ്കാരം വിൽ ഇൻക്രീസ് കെറ്റബോളിസം. മനസ്സിലായി. പിന്നെ അനബോളിസം ഇൻക്രീസ് ചെയ്യുന്നത് ചന്ദ്ര നമസ്കാരം. അപ്പോൾ വയസ്സായവർക്ക് സെല്ല് ഡാമേജ് ഒക്കെ ആവുന്ന റീജുവനേഷൻ വേണമെങ്കിൽ ചന്ദ്ര നമസ്കാരം ചെയ്യണമെന്നാണ് തിരുവനന്തപുരത്ത് ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്. അവയർനെസ് ഇല്ല. അപ്പോൾ വയസ്സായവർ സൂര്യ നമസ്കാരം ചെയ്ത് അവർ ഏജിങ് പ്രോസസ് സ്പീഡാവും. അതിൻ്റെ റീവേഴ്സൽ ഇതിൽ അത് മാത്രമല്ല, ചന്ദ്രയോഗയിൽ സൂര്യകല ചന്ദ്രകല മെർജർ ഇൻ യുവർ ബ്രെയിൻ ഡീടാക്സ്. എന്തെന്ന്? ബ്രെയിൻ ഡീടാക്സ് ചെയ്യുന്ന എക്സസൈസാണ്. രണ്ടാമത് നിങ്ങളുടെ വേവ്സ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ കഴുത്തിൻ്റെ മേലെ ചന്ദ്രമണ്ഡലം അതിൽ പോയാൽ ക്ലിയർ തിങ്കിങ്, ക്ലാരിറ്റി ഇൻ തോട്ട്, ഒരു ആസിലേഷൻ ഇല്ല. ഇത് വന്നാലേ മെലോട്ടോണിൻ സെക്രീഷൻ വരും. ചന്ദ്രപാനമാണ് അതിൻ്റെ പേര്. ചന്ദ്ര നാഡി ഓപ്പൺ ആയാലേ നിങ്ങൾ മെലോട്ടോണിൻ സെക്രീഷൻ വരും. അത് വെച്ചാൽ സെറോട്ടോണിൻ, ഇതൊക്കെ വരുന്നത് ചന്ദ്രയോഗയിലാണ് ഫൈനലായി വരുന്നത്. അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് മുക്തിയാണ് വേണമെച്ചാലും അതും ചന്ദ്രയോഗയിലാണ് വരുന്നത്. ഏത് യോഗ ചെയ്താലും കുണ്ടലിനി ലാസ്റ്റ് തലയിലാണ് ആക്ടിവേറ്റ് ആകുന്നത്. അപ്പോൾ ചന്ദ്രകല മെർജറിൻ്റെ ശേഷം അമാകല എന്നൊരു കല വരും. അതിൽ നിന്ന് നിർവ്വാണക്കലയിൽ നിന്ന് കോല നാരായണ മുനാന്നൊന്ന് ഓപ്പൺ ആവും. എനർജി അതിൻ്റെ അകത്ത് പോകുന്നതാണ് മുക്തി. അപ്പോൾ മുക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ തേടി പോകും. നാരായണ, വൈകുണ്ഠ, കൈലാസം, നിങ്ങളുടെ തലയിൽ തന്നെ ആ ഹോൾ ഇരിക്കുന്നു. എനർജി ആ ഹോളിന് എൻ്റർ ആയത് നോ മോർ ബെർത്ത്, അവർ ഡിസപ്പിയർ ആവും. പിന്നെ ജനനമില്ല. വേണമെങ്കിൽ എന്തിനും ആശപ്പെടില്ലല്ലോ. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ക്രിയ ദേ വിൽ അബ്സർവ് ദി ഫിസിക്കൽ ബോഡി ഇൻ ടു ദി ആസ്ട്രൽ ബോഡി. ആ സ്റ്റേജിൽ അങ്ങേരുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ പോയ പലരും കേട്ടിട്ടുണ്ട്, പടാ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങേര് സൗണ്ട് കേൾക്കുന്ന ആളെ കാണുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആളെ കാണണമെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ മുമ്പ് അത് നിൽക്കും. പക്ഷേ നിങ്ങൾ അത് മനസ്സിലാക്കണം. ബാബാജിയുടെ കാര്യമല്ലേ? ബാബാജിയുടെ കാര്യം തന്നെ. അതേമാതിരി തിരുമൂലർ, അഗസ്ത്യരൊക്കെ ജീവിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്. നിങ്ങൾ ഇപ്പോഴും ഉണ്ട്. അഗസ്ത്യരും ബാബാജി എല്ലാവരും ഇപ്പോഴും ഉണ്ട്. അത് പക്ഷേ ഈ വേൾഡ് അല്ല, മറ്റൊരു ഡയമെൻഷനാണോ? ഇല്ല, ആസ്ട്രൽ വേൾഡ്. വി ആർ വിത്തിൻ ആസ്ട്രൽ ബോഡി. ആസ്ട്രൽ വേൾഡിലാണ് ഇരിക്കുന്നത്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അവർക്കെല്ലാം കാണാം. ഇതൊരു സിമ്പിളാണ്. നിങ്ങളുടെ കണ്ണിന്
കാണാം. ആസ്ട്രൽ ബോഡി ഇപ്പോൾ പട്ടിക്കും പൂച്ചയ്ക്കും കാണാം, അതെ അതെ അതെ, പശുവിന് കാണാം. അപ്പോൾ നിങ്ങളുടെ ലിമിറ്റേഷൻ കൊണ്ട് നിങ്ങൾ കാണുന്നില്ല. അവർ ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് ഇവിടെ നിന്നാൽ നിങ്ങൾക്ക് കാണാമില്ല. ചിലപ്പോൾ ഇങ്ങനെ തട്ടി നോക്കിയാൽ ചിലപ്പോൾ കയ്യിൽ തട്ടുകൊടും. സോ ഇതൊക്കെയാണ് ഫാക്ട്. ആസ്ട്രൽ വേൾഡ് ഈസ് റിയൽ ആൻഡ് ഫിസിക്കൽ വേൾഡ് നിങ്ങൾ കാണുന്നതാണ് മായ. ഇത് ഇറ്റ് ഈസ് ചേഞ്ചിങ് സബ്ജക്റ്റ് ടു ചേഞ്ച്. അതിന് ചേഞ്ചേ ഇല്ല. അവർ ആ ലോകത്ത് കയറിയപ്പോൾ ഇനി ജനനമില്ല മരണമില്ല. അവർ എപ്പോൾ ഉണ്ട്. അഗസ്ത്യരെ പൂജ ചെയ്താൽ അഗസ്ത്യർ വരും. ഉണ്ട് എങ്ങനെ കാണിച്ചവർ പൂവ് തള്ളിയിടും. എന്താണ് ഉണ്ട് ഇങ്ങനെയുള്ള സോ ഇത് ഈസ് നാച്ചുറൽ. ഇറ്റ് ഈസ് പോസിബിൾ ഇൻ ഇന്ത്യ ഓൺലി. ഇത് അമേരിക്കയിൽ വന്ന് ഇത് ഇറ്റ് ഈസ് എ സ്പിരിച്വൽ ലാൻഡ്. ഇന്ത്യ ഇത് കർമ്മഭൂമി, അത് അമേരിക്ക ഭോഗഭൂമി, ഇത് യോഗഭൂമി. ഇവിടെ ജനിച്ച ജീനിലെ അത് ഇതുകൊണ്ട് ഇതാണ് എന്താ വെച്ചാൽ നമ്മുടെ ഹരേ കൃഷ്ണ ഗ്രൂപ്പ് അങ്ങേര് പറയും നല്ല പുണ്യം ചെയ്താലേ ഇന്ത്യയിൽ ജനിക്കാൻ പറ്റുമെന്ന്. പുണ്യം ചെയ്തവർക്ക് അത് ചൈനയിലും ഉണ്ട്. ചൈനയിൽ ഇപ്പം നല്ല ഇതിച്ച് അടുത്ത ജന്മം ഇന്ത്യയിൽ പേരെടുക്കാന്ന് ഇപ്പം അവിടെ പറയുന്നുണ്ട്. സോ ഇത് ഒരു പ്രോസസ്സിങ് ഗ്രൗണ്ട്. ഇവിടെ ആത്മാ പ്രോസസ്സായി മുക്തി നേടുന്ന സ്ഥലം. ഇവിടെ ഇതാണ് മാക്സ് മുള്ളർ പറഞ്ഞല്ലോ, ഇന്ത്യ ഈസ് എ കൺട്രി വെയർ ഗാഡ്സ് ബിക്കം മെൻ ആൻഡ് മെൻ ബിക്കം ഗാഡ്സ്. തീർച്ചയായും ഗാഡ്സ് ബിക്കം മെൻ. രാമകൃഷ്ണനൊക്കെ ഗാഡ്സ് ബിക്കം മെൻ. ശങ്കരാചാര്യർ, വാൽമീകി ഇവരൊക്കെ ഗാഡായിട്ട് മാറി. തീർച്ചയായും അഗസ്ത്യരൊക്കെ ഗാഡായിട്ട് മാറി. ആ ഒരു കൺട്രി ഇതാണെന്ന് പറഞ്ഞ് അത് തന്നെ കറക്റ്റ്. സോ ദർ ഈസ് എ പ്രോസസ് ഹൗ മാൻ ബിക്കംസ് ഗാഡ്, ജീവ ബിക്കംസ് ശിവ. അതാണ് ശിവയോഗം. മറ്റേ യോഗമെങ്കിൽ നിങ്ങൾ മുട്ടി എക്സസൈസിന് പകരം ചെയ്യാം. ഇതങ്ങനെയല്ല. ഇതിൽ പാർട്ടുകളിൽ എൻഡിൽ ശിവയോഗം, ജീവ ബിക്കംസ് ശിവ. ഇതിൽ 10 പ്രോസസ്സ് പറയുന്നുണ്ട്. ഇതാണ് മറ്റേ യോഗയിലില്ലാതെ 10 പ്രോസസ്സ്. ഫസ്റ്റ് നിങ്ങൾക്ക് തത്വരൂപം കാണും, അടുത്തത് തത്വദർശനം, അടുത്തത് തത്വശുദ്ധി. യു വിൽ ട്രാൻസെൻഡ് ദി 36 തത്വാസ്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, ഓഹോ നമ്മൾ ആത്മാവാണല്ലോ. അങ്ങനെ അത് 3 പ്രശ്നം. ആത്മാവില്ല, നമ്മൾ ശിവൻ്റെ കൂടെ മെർജറാകണം. അപ്പോൾ ശിവരൂപം, ശിവയോഗം, ശിവഭോഗം എന്നുള്ള ഇത് വരുന്നുണ്ട്. ഈ സ്റ്റേജ് ലോകത്ത് എവിടെയില്ല. ശൈവ സിദ്ധാന്തത്തിലിരിക്കുകയാണ്, ശിവയോഗത്തിലിരിക്കുകയാണ്. ഇതെല്ലാം ഭാരതത്തിന് മാത്രം സ്വന്തം. ഭാരതീയ സ്വന്തം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ വന്നാൽ പാഠത്തിട്ടത്തിൽ വെക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ BA ഹിസ്റ്ററി, BA എക്കണോമിക്സ് വയ്ക്കുന്നതിൻ്റെ BA വേദാന്തം എന്ന് പറഞ്ഞ് നിങ്ങൾ സിലബസിൽ വയ്ക്കുക. ആരും വേണ്ടെന്ന് പറയുന്നത് കാലടിയിൽ ഉണ്ടെന്ന് തോന്നുന്നു. കാലടിയിൽ വല്ലതും ഇരിക്കും ചിലപ്പോൾ. കാലടിയിൽ സയൻസ് കിട്ടിയത് ഈ BA വേദാന്തം വെച്ചാൽ പഠിച്ചിട്ട് നിങ്ങൾ എങ്ങനെ പോയാലും ഈ ഡിഗ്രിക്കും ജോലിക്കും സംബന്ധമില്ലല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെ പറയണം? അതിൽ നമ്മൾ ഇന്നും കോൺസെൻട്രേറ്റ് ചെയ്തില്ല. ഒരു സന്യാസികളെ കാവ്യത്തിക്ക് ഇട്ട സന്യാസി, അവർക്ക് ഒരു ട്രെയിനിങ് കൊടുക്കാനുള്ള ഒരു സംവിധാനം അത് വേണം. അതുമാത്രമെന്ന് വെച്ചാൽ നമ്മുടെ ഇതിൽ ക്ഷേത്രം പൂജാരി അവർ പോയാൽ അതുകൂടെ റിലീജിയസ് ടീച്ചർ എന്നൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിന് റിട്ടയർഡ് തമിഴ് ടീച്ചർ അല്ലെങ്കിൽ മലയാള ടീച്ചർ. കാരണം വെച്ചാൽ അവർക്ക് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. അവർ മാസം ഒരു ചെറിയ എന്തെങ്കിലും പോക്കറ്റ് മണി കൊണ്ടുവരണം. അത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. തീർച്ചയായും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹിന്ദു മതത്തിലെ. അതാണ് ഞങ്ങളുടെ സ്വാമി ഉണ്ടല്ലോ, അങ്ങേര് ചിന്മയാനന്ദ പറഞ്ഞു ഒരു ബുക്ക് അത് നല്ല ബെസ്റ്റ് സെല്ലർ. ഹൗ ടു മേക്ക് ഹിന്ദുസ് ആസ് ഹിന്ദുയിസം, കൺവെർട്ട് ഹിന്ദുയിസം എന്നുവെച്ചാൽ ഹിന്ദുസ് നാംശേക്ക് ഹിന്ദുസ് അവർ അറിഞ്ഞൂടാ. അത് പിന്നെ അവരെ ഹിന്ദുവാ കൺവേർട്ട് ചെയ്യണം. അതിന് ഈ പ്രോസസ്സൊക്കെ പറയണം. അത് പറയാൻ ഇപ്പം ഞാൻ ഇൻഡിവിജ്വലായിട്ട് അല്ലെങ്കിൽ എൻ്റെ ബാക്കിൽ ഒരു ഓർഗനൈസേഷൻ നിൽക്കണം. അതിന് അറേഞ്ച് ചെയ്യാനുള്ള ഒരു കമ്മിറ്റി വേണം. ഇതൊക്കെ ഇരുന്നാലല്ലേ എനിക്ക് മുൻപോട്ട് പോകാൻ നോക്കൂ. തീർച്ചയായും. അല്ലെങ്കിൽ എനിക്ക് പെൻഷൻ ഉണ്ട്, തിന്നിട്ട് ഞാൻ വീട്ടിൽ റെസ്റ്റ് എടുത്താൽ പറയും. വയസ്സായ സമയം എന്തിനാണ് ഇപ്പോൾ എനിക്ക് 68ആയി. ഇനി ഫെബ്രുവരി ശിവരാത്രിയുടെ 69. ഞാൻ ബോണാണ് ശിവരാത്രി. അതുകൊണ്ടാണ് ശിവയോഗി. സുഖമായി പെൻഷൻ വാങ്ങിച്ച് ജീവിക്കേണ്ട ഈ സമയത്ത് ഇപ്പം എന്ന് വെച്ചാൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. കുണ്ടലിനി റേസായി അവർ സ്വന്തം ലൈഫിന് വേണ്ടി അടുത്തവർക്ക് വേണ്ടി വർക്കാവുന്ന ഒരു ലൈഫ് തന്നെ അത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും.